അപ്പച്ചനും അമ്മയും കല്യാണം കഴിച്ചിരുന്നതാണോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ നാട്ടിലെ മിക്കവാറും എല്ലാരും കല്യാണം കഴിച്ചതാണ്. അതിന് ബോധമില്ല. അതായത് അപ്പൂപ്പൻ ചെയ്ത അവർ ഓരോരുത്തരും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾ എന്തിനാ മുടി വളർത്തുന്നത്? മറ്റു പലരും ചെയ്യുന്നോണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ലിവിംഗ് ടൂതറിലാണ്. കുറെ പേരുണ്ട്. അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? സ്നേഹത്തോടു കൂടി ആയിരിക്കണം ഒരുമിച്ച് താമസിക്കേണ്ടത്, അല്ലാതെ നിയമം മൂലമല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞു താങ്കൾ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ നിയമപ്രകാരം 3 വർഷം 3 വർഷമോ 2 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്. മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം ഒരു റൂഫ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൗകര്യങ്ങൾ കിട്ടും. അല്ലാതെ 3 വർഷമല്ല. അപ്പൊ പിന്നെ മാരേജ് ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. ലീഗലി ഡൈവോഴ്സിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഡൈവോഴ്സിന്റെ ആവശ്യമില്ല. മാരേജ് എന്ന് പറയുന്നത് ഈ വക്കീലന്മാർക്ക് ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റം പോലെ എനിക്ക് പെണ്ണുങ്ങളെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കലാണ് വക്കീലന്മാരുടെ ജോലി. ഞങ്ങളുടെ ജോലി അതല്ല. ഞങ്ങൾക്ക് നിയമം പറയാ, നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുക, നിയമത്തെ ശരിയായി പറഞ്ഞു കൊടുക്കുക. അതാണ് ഞങ്ങളുടെ എല്ലാ വക്കീലന്മാരും അങ്ങനെ തന്നെയാണ്. അല്ല, അതാണ് വക്കീലന്മാരെ അടച്ചേക്ഷേപിക്കുക. അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അല്ല, അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പറയരുത്. ഞാനൊരു പ്രതിയായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അങ്ങോട്ട് ചെല്ലുമ്പോ ഇവർ ഈ നിയമം എന്ന് അറിഞ്ഞുകൊണ്ടല്ല അങ്ങോട്ട് ചെല്ലണത്. നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണോ? നിങ്ങൾ 498 ചെയ്യണം. അങ്ങനെ ഒന്നും പറയാം. അത് തെറ്റാ. ആയിക്കോട്ടെ. ഉപയോഗം സാറേ, ഇപ്പൊ ക്ലൈന്റ് വരുന്നത് എങ്ങനെ അറിയോ? ChatGPT പഠിച്ചിട്ടാണ് വക്കീലന്മാരുടെ വരുന്നത്. കേക്കൂ, അങ്ങനെ തന്നെ വേണം. കുഴപ്പമില്ല. അത് ഞാൻ പറയാണ്, ഞങ്ങള് ഡൈവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല.